എല്ലാവർക്കും BNSSൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ BNSSൻ്റെ അവസാനത്തെ ക്ലാസ്സാണ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ ഏകദേശം BNSS നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. നമുക്കധികം ടൈം കളയാണ്ട് ക്ലാസ്സിലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ 180 വരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സെക്ഷൻ 181 മുതലുള്ള സെക്ഷൻസ് നോക്കാം. സെക്ഷൻ 181 മുതൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ സെക്ഷൻ 181 പറയുന്നത് പോലീസിന് നൽകുന്ന മൊഴികളും അവയുടെ ഉപയോഗത്തെക്കുറിച്ചാണ് സെക്ഷൻ 181 പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കണക്ട് ചെയ്ത് ഒന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് 181ൻ്റെ രണ്ടൊന്നുകളുണ്ടല്ലോ, 8ൻ്റെ ഫ്രണ്ടിൽ ഒരു ഒന്നുണ്ട്, ബാക്കിൽ ഒരു ഒന്നുണ്ട്. ഈ രണ്ടൊന്നിനെ നമുക്ക് രണ്ട് പോലീസുകാരായിട്ട് കണക്കാക്കാം. രണ്ട് പോലീസുകാർ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചിട്ട് മൊഴി കൊടുക്കുമെന്ന് ആലോചിക്കുക. മൊഴി കൊടുത്തില്ലെങ്കിൽ നമുക്ക് 8ൻ്റെ പണി കിട്ടുമെന്ന് ആലോചിക്കുക. രണ്ട് പോലീസുകാർ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചിട്ട് മൊഴി കൊടുക്കും. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ നമുക്ക് 8ൻ്റെ പണി കിട്ടുമെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ രണ്ടൊന്നുമായി അതിലേക്ക് 8 അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുമ്പോൾ രണ്ടൊന്നും കേട്ടോ, രണ്ടൊന്നും അങ്ങനെ കൊടുത്തില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടുമെന്ന് ആലോചിക്കാം. അപ്പോൾ സെക്ഷൻ 181 പറയുന്നത് പോലീസിന് നൽകുന്ന മൊഴികളും അവയുടെ ഉപയോഗത്തെക്കുറിച്ചാണ് സെക്ഷൻ 181. രണ്ടൊന്നിനെയും രണ്ട് പോലീസുകാരായിട്ട് കണക്കാക്കാൻ പറഞ്ഞു. അപ്പോൾ രണ്ട് പോലീസുകാർ ഫ്രണ്ടിലും ബാക്കിലും നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചിട്ട് മൊഴി കൊടുക്കും. അപ്പോൾ പോലീസിന് കൊടുക്കുന്ന മൊഴിയും അവയുടെ ഉപയോഗത്തെക്കുറിച്ചാണ് സെക്ഷൻ 181 പറയുന്നത്. അപ്പോൾ അങ്ങനെ മൊഴി കൊടുത്തില്ലെങ്കിൽ നമുക്ക് 8ൻ്റെ പണി കിട്ടുമെന്ന് ആലോചിക്കാം. അപ്പോൾ 181, അതായത് പോലീസിന് കൊടുക്കുന്ന മൊഴിയും അവയുടെ ഉപയോഗത്തെയും കുറിച്ചാണ് സെക്ഷൻ 181 പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 182. സെക്ഷൻ 182 പറയുന്നത് പ്രേരണ നൽകേണ്ടതില്ല എന്നാണ് സെക്ഷൻ 182 പറയുന്നത്. അതായത് ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 സെക്ഷൻ 22 പരാമർശിച്ചിരിക്കുന്ന പ്രകാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അധികാരമുള്ള മറ്റേതെങ്കിലും വ്യക്തിയോ അത്തരം പ്രേരണയോ ഭീഷണിയോ വാഗ്ദാനം ചെയ്യാൻ പാടുള്ളതല്ല. എന്നാൽ ഈ അധ്യായത്തിന് കീഴിലുള്ള ഏതെങ്കിലും അന്വേഷണത്തിനിടയിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഏതെങ്കിലും പ്രസ്താവന നടത്തുന്നതിൽ നിന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ മറ്റാരെങ്കിലുമോ മുൻകരുതൽ വഴിയോ മറ്റേതെങ്കിലും രീതിയിലോ ആരെയും തടയാൻ പാടില്ല. അപ്പോൾ പ്രേരണ നൽകേണ്ടതില്ല എന്നാണ് സെക്ഷൻ 182 പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു പ്രസ്താവന, അന്വേഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തുന്നതിൽ നിന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അധികാരമുള്ള മറ്റേതെങ്കിലും വ്യക്തിയോ ഭീഷണിയോ അല്ലെങ്കിൽ പ്രേരണയോ ഒന്നും നൽകാൻ പാടില്ല എന്നാണ് സെക്ഷൻ 182 പറയുന്നത്. അതായത് നമുക്കത് കണക്ട് ചെയ്ത് ആലോചിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ രണ്ടാമതൊരാളുടെ പ്രേരണ വേണ്ടാല്ലേ, നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യാനുള്ള ഒരു പ്രായമായി. 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമതൊരാളുടെ പ്രേരണ വേണ്ടാന്ന് ആലോചിക്കുക. അപ്പോൾ പ്രേരണ നൽകേണ്ടതില്ല എന്ന് പറയുന്ന സെക്ഷൻ ഏതാ? 18 വയസ്സ് കഴിഞ്ഞാൽ രണ്ടാമതൊരാളുടെ പ്രേരണ നൽകേണ്ടതില്ല. അതായത് 182 സെക്ഷൻ 182 പ്രേരണ നൽകേണ്ടതില്ല എന്ന് പറയുന്നത്. അതായത് 18 വയസ്സ് കഴിഞ്ഞാൽ രണ്ടാമതൊരാളുടെ പ്രേരണ നമുക്ക് വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ച് ചെയ്യാം എന്ന് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കണക്റ്റായിട്ട് കിട്ടും. സെക്ഷൻ 182 പ്രേരണ നൽകേണ്ടതില്ല എന്നാണ് പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 183. സെക്ഷൻ 183 പറയുന്നത് കുറ്റസമ്മതങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകളും റെക്കോർഡാക്കുന്നതിനെ കുറിച്ചാണ്. സെക്ഷൻ 183 പറയുന്നത് കുറ്റസമ്മതങ്ങളും സ്റ്റേറ്റ്മെൻറ്റുകളും റെക്കോർഡാക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 183 പറയുന്നത്. അത് നമുക്ക് കണക്ട് ചെയ്ത് ആലോചിക്കാൻ വേണ്ടി 18 എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക, 18ാമത്തെ അടവ് എന്നൊക്കെ പറയില്ലേ, 18ാമത്തെ അടവ് എന്ന്. അപ്പോൾ ഒരാൾ 18ാമത്തെ ഒരു അടവ് ചെയ്തത് ഒരു കുറ്റമാണെന്ന് ആലോചിക്കുക. അയാളുടെ 18ാമത്തെ അടവ് കുറ്റമായിരുന്നു. അപ്പോൾ ആ കുറ്റം ചെയ്തതിൻ്റെ കുറ്റസമ്മതവും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ 3 പറയുമ്പോൾ എന്താ? 3 പറയുമ്പോൾ MP3 ആയിട്ട് ആലോചിക്കുക, MP3. അപ്പോൾ കുറ്റസമ്മതവും സ്റ്റേറ്റ്മെൻറ്റൊക്കെ റെക്കോർഡാക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 183 പറയുന്നത്. അതായത് 18ാമത്തെ അടവിനെ നമുക്കൊരു കുറ്റമായിട്ട് കണക്കാക്കാം. അപ്പോൾ കുറ്റസമ്മതവും സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ 3 എന്ന് പറയുമ്പോൾ എന്താ? 3 എന്ന് പറയുമ്പോൾ MP3 ആയിട്ട് ആലോചിക്കുക. അതായത് കുറ്റസമ്മതവും സ്റ്റേറ്റ്മെൻറ്റൊക്കെ റെക്കോർഡാക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 183 പറയുന്നത്. കുറ്റസമ്മതവും സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ റെക്കോർഡാക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 183 പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ ജില്ലാ മജിസ്ട്രേറ്റിനും മൊഴി രേഖപ്പെടുത്താം. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ കേസിൽ അധികാരപരിധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജില്ലാ മജിസ്ട്രേറ്റിന് മൊഴി രേഖപ്പെടുത്താം. ഈ അധ്യായത്തിൽ പറയുന്ന പ്രകാരം ഒരു അന്വേഷണ വിചാരണ നടക്കുന്ന സമയത്ത് അന്വേഷണമോ വിചാരണയോ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ഉപവകുപ്പിന് കീഴിലുള്ള ഏതെങ്കിലും കുറ്റസമ്മതമോ മൊഴിയോ
കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയുടെ അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെയും റെക്കോർഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ നിലവിലുള്ള ഏതെങ്കിലും നിയമപ്രകാരം മജിസ്ട്രേറ്റിന്റെ അധികാരം ലഭിച്ചിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യാതൊരു കുറ്റസമ്മതവും രേഖപ്പെടുത്താൻ പാടില്ല. മജിസ്ട്രേറ്റ് കുറ്റസമ്മതം രേഖപ്പെടുത്തുന്നതിന് മുൻപ് കുറ്റസമ്മതം നടത്താൻ ആ വ്യക്തി ബാധ്യസ്ഥനല്ലെന്നും ഈ കുറ്റസമ്മതം അയാൾക്കെതിരെ തെളിവായി ഉപയോഗിക്കാമെന്നും അത് നടത്തുന്ന വ്യക്തിയോട് വിശദീകരിക്കേണ്ടതാണ്. അതായത് കുറ്റസമ്മതം നടത്തുന്നതിന് മുമ്പ് അയാളോട് മജിസ്ട്രേറ്റിന് പറയാം, നിങ്ങൾ കുറ്റസമ്മതത്തിന് ബാധ്യസ്ഥനല്ല, നിങ്ങളിപ്പോൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ കുറ്റസമ്മതം നിങ്ങൾക്കെതിരെ തെളിവായിട്ട് ഉപയോഗിക്കാമെന്ന് മജിസ്ട്രേറ്റ് ഈ പ്രതിയുടെ അടുത്ത് പറയണം. കുറ്റസമ്മതം സ്വമേധയ നടത്തിയതാണ് എന്ന് വിശ്വസിക്കാൻ കാരണമില്ലാത്ത പക്ഷം മജിസ്ട്രേറ്റ് അത് രേഖപ്പെടുത്താൻ പാടില്ല. അതായത് ഇപ്പോൾ പോലീസുകാരൊക്കെ അടിച്ചിട്ട് പറയിക്കുക, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരമല്ല പറയുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കുറ്റസമ്മതം മജിസ്ട്രേറ്റ് അത് രേഖപ്പെടുത്താൻ പാടുള്ളതല്ല. കുറ്റസമ്മതം രേഖപ്പെടുത്തുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരായ വ്യക്തി കുറ്റസമ്മതം നടത്താൻ തയ്യാറല്ലെന്ന് പ്രസ്താവിച്ചാൽ അത്തരം വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ തടങ്കലിൽ വയ്ക്കുന്നതിന് മജിസ്ട്രേറ്റിന് അധികാരമില്ല. കുറ്റാരോപിതനായ ഒരു വ്യക്തിയുടെ പരിശോധന രേഖപ്പെടുത്തുന്നതിനായി സെക്ഷൻ 316 നൽകിയിരിക്കുന്ന അത്തരത്തിലുള്ള ഏതൊരു കുറ്റസമ്മതവും രേഖപ്പെടുത്തുകയും കുറ്റസമ്മതം നടത്തുന്ന വ്യക്തി ഒപ്പിടുകയും വേണം. മജിസ്ട്രേറ്റ് ഒരു മെമ്മോറാണ്ടം കുറ്റസമ്മതത്തിന് താഴെ രേഖപ്പെടുത്തണം. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 184. സെക്ഷൻ 184 പറയുന്നത് ബലാത്സംഗത്തിന് ഇരയായ വ്യക്തിയുടെ വൈദ്യപരിശോധനയെ കുറിച്ചാണ് സെക്ഷൻ 184 പറയുന്നത്. ബലാത്സംഗം അല്ലെങ്കിൽ ബലാത്സംഗ ശ്രമം എന്നീ കുറ്റകൃത്യങ്ങൾ അന്വേഷണത്തിലിരിക്കുന്ന ഘട്ടത്തിൽ ബലാത്സംഗം ആരോപിക്കപ്പെടുകയോ വിധേയയാക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു സ്ത്രീയെ ഒരു മെഡിക്കൽ വിദഗ്ധൻ പരിശോധിക്കാൻ നിർദ്ദേശിക്കുന്നു. ഇത്തരം പരിശോധന സർക്കാരോ പ്രാദേശിക അതോറിറ്റിയോ നടത്തുന്ന ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ പ്രാക്ടീഷണർ നടത്തേണ്ടതാണ്. അത്തരം ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ അഭാവത്തിൽ മറ്റേതെങ്കിലും രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ പ്രാക്ടീഷണർ സ്ത്രീയുടെയോ അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി പരിശോധനയ്ക്ക് സമ്മതം നൽകാൻ കഴിവുള്ള ഒരു വ്യക്തിയുടെയോ സമ്മതത്തോടെ സ്ത്രീയെ 24 മണിക്കൂറിനുള്ളിൽ വൈദ്യപരിശോധനയ്ക്ക് അയക്കണം. അതാണ് സെക്ഷൻ 184 പറയുന്നത് ബലാത്സംഗത്തിന് ഇരയായ വ്യക്തിയുടെ വൈദ്യപരിശോധനയെ കുറിച്ച്. ഇത് ഓർത്തിരിക്കാൻ നമ്മൾ നോക്കിയിട്ട് കോഡ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റിയൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് മറ്റ് സെക്ഷൻസ് കോഡ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു സെക്ഷൻ പഠിച്ചു വെച്ചാലും നമുക്കത് എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അല്ലാണ്ട് തന്നെ ഈ ഒരു സെക്ഷൻ മാത്രം ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കത് കിട്ടും. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിടാം. അപ്പോൾ അത് എല്ലാവർക്കും കൂടെ ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. സെക്ഷൻ 185. പുറത്ത് നല്ല മഴയുള്ളതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് സെക്ഷൻ 185 നോക്കാം. സെക്ഷൻ 185 പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണത്തെക്കുറിച്ചാണ്. സെക്ഷൻ 185 പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണത്തെക്കുറിച്ചാണ് 185 പറയുന്നത്. അതായത് ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയുള്ള അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം അന്വേഷിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന് പ്രധാനപ്പെട്ട ഏതെങ്കിലും അല്ലെങ്കിൽ അവരുടെ പ്രദേശത്തിനുള്ളിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഉണ്ടെന്ന് വിശ്വസിക്കുകയും മറ്റേതെങ്കിലും വിധത്തിൽ തങ്ങൾക്ക് അത് വേഗത്തിൽ ലഭിക്കില്ലെന്ന് അവർ കരുതുന്നുവെങ്കിൽ അവർക്ക് ആ സ്ഥലം പരിശോധിക്കാം. എന്തുകൊണ്ടാണ് അവർ ഇത് വിശ്വസിക്കുന്നതെന്നും തിരച്ചിൽ നടത്തുന്നതിന് മുമ്പ് അവർ എന്താണ് അന്വേഷിക്കുന്നതെന്നും കേസ് ഡയറിയിൽ രേഖപ്പെടുത്തണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ സെക്ഷൻ 185 പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണത്തെക്കുറിച്ചാണ്. അപ്പോൾ അവർക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ മറ്റേതെങ്കിലും വിധത്തിൽ അവർക്കത് വേഗത്തിൽ ലഭിക്കില്ലെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് ആ സ്ഥലം പരിശോധിക്കാമെന്നാണ് അതിൽ പറയുന്നത്. പക്ഷെ അത് പരിശോധിക്കുന്നതിന് മുമ്പ് അവരെന്തുകൊണ്ടാണ് ആ സ്ഥലം പരിശോധിക്കുന്നതെന്നും അതെന്താ അങ്ങനെ വിശ്വസിക്കാൻ കാരണമെന്നും അവരെന്താ അന്വേഷിക്കണമെന്നും രേഖപ്പെടുത്തി കേസ് ഡയറിയിൽ രേഖപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 185 പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണത്തെക്കുറിച്ചാണ്. അപ്പോൾ 185 185. അപ്പോൾ ഈ 185 നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. 1നെ 1 എന്ന് പറയും, 8നെ 8, 5നെ 5. അപ്പോൾ 185 എന്ന് പറയുമ്പോൾ വന്ന് എത്തി ഫൈൻഡ് ചെയ്യാന്ന് നമുക്ക് കണക്ട് ചെയ്യാം. വന്നെത്തി ഫൈൻഡ് ചെയ്യുക, അതായത് വന്നെത്തി ഫൈൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ അന്വേഷിക്കുക, അല്ലെങ്കിൽ അന്വേഷിക്കാമെന്ന് നമുക്ക് ആലോചിച്ച് വെച്ചാൽ മതി. ഫൈൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ അന്വേഷിക്കാമെന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ വന്നെത്തി ഫൈൻഡ് ചെയ്യാം 185.
185 എന്ന് പറയുമ്പോൾ വന്നെത്തി ഫൈൻഡ് ചെയ്യാന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ അതെന്താ, പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണത്തെക്കുറിച്ചാണ് സെക്ഷൻ 185 പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥൻ വന്നെത്തി ഫൈൻഡ് ചെയ്യുക, പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണത്തെക്കുറിച്ചാണ് സെക്ഷൻ 185 പറയുന്നത്. കണക്റ്റായോ? അപ്പോൾ സെക്ഷൻ 185 എന്താ പറയുന്നത്, പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണത്തെക്കുറിച്ച്. കോഡ് എന്തായാലും 185 വന്നെത്തി ഫൈൻഡ് ചെയ്യുക, പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണമാണ് വന്നെത്തി ഫൈൻഡ് ചെയ്യാന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത സെക്ഷനാണ് സെക്ഷൻ 186. സെക്ഷൻ 186 പറയുന്നത്, നേരത്തെ നമ്മൾ 185 പഠിച്ചു. 185 ബന്ധപ്പെട്ട ഒരു സാധനം തന്നെയാണ് 186 പറയുന്നത്. അതായത് പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കുവാൻ മറ്റൊരാളോട് ആവശ്യപ്പെടുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 186 പറയുന്നത്. എന്താ, പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കുവാൻ മറ്റൊരാളോട് ആവശ്യപ്പെടുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 186 പറയുന്നത്. അതായത് ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനോ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനോ അന്വേഷണത്തിന് മറ്റൊരു പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനോട് അതേ ജില്ലയിലോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലോ ഏതെങ്കിലും സ്ഥലത്ത് തിരച്ചിൽ നടത്താൻ ആവശ്യപ്പെടാം. പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ സ്വന്തം സ്റ്റേഷന്റെ പരിധിക്കുള്ളിൽ തിരച്ചിൽ എപ്രകാരമാണോ സ്റ്റേഷൻ പരിധിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്രകാരം പ്രസ്തുത പോലീസ് ഓഫീസറിന് നടത്താമെന്നാണ് സെക്ഷൻ 186 പറയുന്നത്. അതായത് പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കുവാൻ മറ്റൊരാളോട് ആവശ്യപ്പെടുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 186 പറയുന്നത്. അപ്പോൾ നമ്മൾ സെക്ഷൻ 185 എന്താ പറഞ്ഞത്, സെക്ഷൻ 185 എങ്ങനെ പഠിച്ചു, നമ്മൾ വന്നെത്തി ഫൈൻഡ് ചെയ്യാന്ന് പഠിച്ചു. വന്നെത്തി ഫൈൻഡ് ചെയ്യാം 185. അതായത് പോലീസ് ഉദ്യോഗസ്ഥന്റെ അന്വേഷണത്തെക്കുറിച്ചാണ്. പോലീസ് ഉദ്യോഗസ്ഥന്റെ അന്വേഷണം, സെർച്ചിനെ കുറിച്ചാണ് സെക്ഷൻ 185 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 186 എന്താ, പോലീസ് ഉദ്യോഗസ്ഥൻ സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കാൻ മറ്റൊരാളോട് പറയുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 186 പറയുന്നത്. അപ്പോൾ വന്നെത്തി ഫൈൻഡ് ചെയ്യാൻ 5ൻ്റെ കൂടെ ഒന്നും കൂടെ കൂടിയപ്പോഴാണ് 6 അപ്പോൾ ഒന്നും കൂടെ കൂടി എന്ന് പറയുമ്പോൾ അത് വേറൊരാളായിന്ന് ആലോചിക്കാം. 5ൻ്റെ കൂടെ ഒന്നും കൂടെ കൂടിയപ്പോൾ 6. അപ്പോൾ ഒന്നും കൂടെ കൂടി എന്ന് പറയുമ്പോൾ എന്താ, അത് വേറൊരാളായിന്ന് ആലോചിക്കാം. അപ്പോൾ വന്നെത്തി ഫൈൻഡ് ചെയ്യാൻ വേറൊരാളോട് ആവശ്യപ്പെടുന്നതാണ് എന്ത്, സെക്ഷൻ 186. സെക്ഷൻ 186 എന്താ പറയുന്നത്, വന്ന് എത്തി ഫൈൻഡ് ചെയ്യാൻ വേറൊരാളോട് ആവശ്യപ്പെടാം. അതായത് 18 ഫൈൻഡ് ചെയ്യാൻ വേറൊരാളോട് ആവശ്യപ്പെടാം. അപ്പോൾ ഈ 5ൻ്റെ കൂടെ ഒന്നും കൂടെ കൂടിയപ്പോഴാണ് 6. വന്നെത്തി ഫൈൻഡ് ചെയ്യാൻ വേറൊരാളോട് ആവശ്യപ്പെടുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 186 പറയുന്നത്. നമ്മൾ ഇത് രണ്ട് കണക്ട് ചെയ്ത് പറയാൻ കാരണം നമുക്ക് സെക്ഷൻ 185 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെക്ഷൻ 186 എന്താണ് കിട്ടുക. സെക്ഷൻ 185 എന്താ പറയുന്നത്, പോലീസ് ഉദ്യോഗസ്ഥന്റെ അന്വേഷണത്തെക്കുറിച്ചാണ്. സെക്ഷൻ 185 പോലീസ് ഉദ്യോഗസ്ഥന്റെ അന്വേഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 186 പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കാൻ മറ്റൊരാളോട് ആവശ്യപ്പെടുന്നതിനെ കുറിച്ചാണ്. അതായത് വന്നെത്തി ഫൈൻഡ് ചെയ്യാൻ വേറൊരാളോട് ആവശ്യപ്പെടുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 186 പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 187. സെക്ഷൻ 187 പറയുന്നത് 24 മണിക്കൂറിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലെ നടപടിക്രമത്തെക്കുറിച്ചാണ് സെക്ഷൻ 187 പറയുന്നത്. 24 മണിക്കൂറിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലെ നടപടിക്രമത്തെക്കുറിച്ചാണ് സെക്ഷൻ 187 പറയുന്നത്. അപ്പോൾ ഈ 187 പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് മുമ്പ് പഠിച്ച 2 സെക്ഷനും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. അതായത് സെക്ഷൻ 58 എന്താ പഠിച്ചത്, സെക്ഷൻ 58 പഠിച്ചത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ 24 മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വെക്കരുതെന്നാണ് സെക്ഷൻ 58 പഠിച്ചത്. അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ 24 മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വെക്കരുതെന്നാണ് സെക്ഷൻ 58 നമ്മൾ പഠിച്ചത്. പിന്നൊരു സെക്ഷനാണ് സെക്ഷൻ 78. അപ്പോൾ 58 എന്താ പറഞ്ഞത്, സെക്ഷൻ 58 അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ 24 മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വെക്കരുതെന്നാണ് സെക്ഷൻ 58 പറഞ്ഞത്. അടുത്ത ഇതിനോട് കണക്ട് ചെയ്ത ഒരു സെക്ഷനാണ് 78. 58 കഴിഞ്ഞാൽ 20 സെക്ഷനും കൂടെ കഴിഞ്ഞ് 78. അപ്പോൾ 78 എന്താ പറയണേ, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കാലതാമസം കൂടാതെ കോടതിയിൽ ഹാജരാക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 78 പറയുന്നത്. സെക്ഷൻ 78 അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കാലതാമസം കൂടാതെ കോടതിയിൽ ഹാജരാക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 78 പറയുന്നത്. ഈ സെക്ഷൻ 78 പറയുന്നുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥനോ അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കുന്ന മറ്റു വ്യക്തിയോ അനാവശ്യമായ കാലതാമസം കൂടാതെ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ കോടതിയുടെ മുമ്പാകെ ഹാജരാക്കണം. അത്തരം വ്യക്തിയെ ഹാജരാക്കാൻ കാലതാമസം ഒരു കാരണവശാലും 24 മണിക്കൂറിൽ കവിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് സെക്ഷൻ 78.
അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കാലതാമസം കൂടാതെ കോടതിയിൽ ഹാജരാക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 78 പറയുന്നത്. നമ്മളിപ്പോൾ പഠിക്കാൻ പോണ സെക്ഷൻ ഏതാ? സെക്ഷൻ 187. അപ്പോൾ ഈ 78നെ ജസ്റ്റ് ഒന്ന് തലയിരിച്ചിട്ട് 87 ആയില്ലേ? ഈ 78നെ ജസ്റ്റ് ഒന്ന് തലയിരിച്ചിട്ട് 87 ആയി. അതായത് 187. 187 പറയുന്നത് 24 മണിക്കൂറിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിലെ നടപടിക്രമത്തെക്കുറിച്ചാണ് സെക്ഷൻ 187 പറയുന്നത്. 24 മണിക്കൂറിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലെ നടപടിക്രമത്തെക്കുറിച്ചാണ് സെക്ഷൻ 187 പറയുന്നത്. അപ്പോൾ നമ്മൾ ആ 3 സെക്ഷൻസ് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. സെക്ഷൻ 58, 78, പിന്നെന്താ 187. 78 തിരിച്ചിട്ടപ്പോൾ 87 ആയി ആലോചിക്കാം. 58, 78, 187. 58 എന്താ പറയുന്നത്? സെക്ഷൻ 58 പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി 24 മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വെക്കരുതെന്നാണ് സെക്ഷൻ 58 പറയുന്നത്. 78 എന്താ പറയുന്നത്? സെക്ഷൻ 78 പറയുന്നത് അറസ്റ്റ് ചെയ്ത വ്യക്തിയെ കാലതാമസം കൂടാതെ കോടതിയിൽ ഹാജരാക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 78 പറയുന്നത്. ഈ 78 തലയിരിച്ചിട്ടപ്പോൾ എന്തായി? 78 തലയിരിച്ചിട്ടപ്പോൾ 87 ആയി. അതായത് 187. 187 പറയുന്നത് 24 മണിക്കൂറിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലെ നടപടിക്രമത്തെക്കുറിച്ചാണ് സെക്ഷൻ 187 പറയുന്നത്. അതായത് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കുകയും സെക്ഷൻ 58 പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള 24 മണിക്കൂറിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് തോന്നുകയും ആരോപണമോ വിവരമോ ശരിയാണെന്ന് വിശ്വസിക്കാൻ കാരണവുമുണ്ടെങ്കിൽ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനോ അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥനോ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ ഒരു പകർപ്പ് ഏറ്റവും അടുത്തുള്ള ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ഉടൻ കൈമാറുകയും അതേസമയം പ്രതിയെയും ആ മജിസ്ട്രേറ്റിന് ഹാജരാക്കുകയും ചെയ്യണം. അതാണ് സെക്ഷൻ 187 പറയുന്നത്. അതായത് 24 മണിക്കൂറിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങളിലെ നടപടിക്രമത്തെക്കുറിച്ചാണ് സെക്ഷൻ 187 പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 188. സെക്ഷൻ 188 പറയുന്നത് സബോർഡിനേറ്റ് പോലീസ് ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ചാണ്. സബോർഡിനേറ്റ് പോലീസ് ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ചാണ് സെക്ഷൻ 188 പറയുന്നത്. അതായത് ഈ അധ്യായത്തിന് കീഴിൽ സബോർഡിനേറ്റ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും അന്വേഷണം നടത്തുമ്പോൾ അത്തരം അന്വേഷണത്തിന്റെ ഫലം അയാൾ പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ അറിയിക്കേണ്ടതാണെന്നാണ് സെക്ഷൻ 188 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 188 പറയുന്നത് സബോർഡിനേറ്റ് പോലീസ് ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ചാണ്. നമുക്കത് കണക്ട് ചെയ്ത് ആലോചിക്കാൻ വേണ്ടി ഈ 188 2 എട്ടുകൾ നിൽക്കുന്നുണ്ടല്ലോ, ആ 2 എട്ടുകളെ നമുക്ക് ഒരു സ്പീക്കറിന്റെ സബ് പോലെ ആലോചിക്കാം. സ്പീക്കർ ഏകദേശം ഒരു 8ന്റെ ഷേപ്പിലാണല്ലോ സ്പീക്കറിന്റെ സബ് ഉണ്ടാവുക. അപ്പോൾ സബ് എന്ന് പറയുമ്പോൾ എന്താ? സബോർഡിനേറ്റ് പോലീസ് ഓഫീസറിന് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്തെടുക്കാം. ഈ 188 2 എട്ടുകളെയും നമുക്ക് സ്പീക്കറിന്റെ സബുകളായിട്ട് കണക്കാക്കാം. സ്പീക്കറിന്റെ സബുകളായിട്ട് 2 എട്ടിനെ കണക്കാക്കി കഴിഞ്ഞാൽ അതുവഴി നമുക്ക് എന്ത്? സബോർഡിനേറ്റ് പോലീസ് ഓഫീസറിന് കിട്ടും. സബോർഡിനേറ്റ് പോലീസ് ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ചാണ് സെക്ഷൻ 188 പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 189. സെക്ഷൻ 189. അപ്പോൾ സെക്ഷൻ 189 പറയുന്നത് തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളുടെ മോചനത്തെക്കുറിച്ചാണ്. തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളുടെ മോചനത്തെക്കുറിച്ചാണ് സെക്ഷൻ 189 പറയുന്നത്. അത് നമുക്ക് കണക്ട് ചെയ്തെടുക്കാനായിട്ട് തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളുടെ മോചനത്തെക്കുറിച്ചാണ് സെക്ഷൻ 189 പറയുന്നത്. അത് നമുക്ക് കണക്റ്റ് ആക്കാനായിട്ട് ഒന്നെന്ന് പറയുമ്പോൾ ഒരാളായിട്ട് കണക്കാക്കാം. ഒരാൾ 8ന്റെ പണി 8 എന്ന് പറയുമ്പോൾ 8ന്റെ പണിയായിട്ട് കണക്കാക്കാം. 8 എന്ന് പറയുമ്പോൾ 8ന്റെ പണിയായിട്ട് കണക്കാക്കാം. അപ്പോൾ ഒരാൾ 8ന്റെ പണി 9 എന്ന് പറയുമ്പോൾ 9. അപ്പോൾ 9 എന്ന് പറയുമ്പോൾ എന്താ? നൈറ്റായിട്ട് കണക്കാക്കാം. നൈറ്റ് ഒരാൾ 8ന്റെ പണി നൈറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? രാത്രി ആയതുകൊണ്ട് തെളിവൊന്നും ഉണ്ടാവില്ല എന്ന് ആലോചിക്കാം. രാത്രി ആയതുകൊണ്ട് ആരും കണ്ടിട്ടില്ല, തെളിവൊന്നും ഉണ്ടാവില്ല എന്ന് ആലോചിക്കാം. അതായത് ഒരാൾ 8ന്റെ പണി നൈറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തെളിവൊന്നും ഉണ്ടാവില്ല എന്ന് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ തെളിവില്ലെങ്കിൽ അവിടെ പ്രതികളെ മോചിപ്പിക്കും. അതായത് തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളുടെ മോചനത്തെക്കുറിച്ചാണ് സെക്ഷൻ 189 പറയുന്നത്. ഈ അധ്യായത്തിന് കീഴിലുള്ള അന്വേഷണത്തിൽ പ്രതിയെ മജിസ്ട്രേറ്റിന് കൈമാറുന്നതിനെ ന്യായീകരിക്കാൻ മതിയായ തെളിവുകളോ സംശയത്തിന്റെ ന്യായമോ കാരണമോ ഇല്ലെന്ന് പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് തോന്നുകയാണെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥൻ അങ്ങനെയുള്ള ആൾ കസ്റ്റഡിയിൽ ഉണ്ടെങ്കിൽ അയാളെ ഈടുള്ളതോ ഇല്ലാത്തതോ ആയ ഒരു ബോണ്ടിൽ വിട്ടയക്കണം എന്നാണ് സെക്ഷൻ 189 പറയുന്നത്. അതായത് തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളുടെ മോചനത്തെക്കുറിച്ചാണ് സെക്ഷൻ 189 പറയുന്നത്. നമ്മൾ കോഡ് വെച്ച് എങ്ങനെ കണക്ട് ചെയ്ത്? ഒരാൾ 8ന്റെ പണി നൈറ്റിൽ ഒപ്പിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ തെളിവുണ്ടായിരിക്കില്ല.
ഒരാൾ 8ന്റെ പടി നൈറ്റിൽ ഒപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ തെളിവുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തെളിവ് ഇല്ലെങ്കിൽ എന്തായിരിക്കും? അവിടെ പ്രതികളുടെ മോചനം. അപ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളുടെ മോചനത്തെക്കുറിച്ചാണ് സെക്ഷൻ 189 പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 190. സെക്ഷൻ 190 പറയുന്നത് ആവശ്യമായ തെളിവുകൾ ലഭിച്ചാൽ കേസുകൾ മജിസ്ട്രേറ്റിന് കൈമാറണം. കേസുകൾ മജിസ്ട്രേറ്റിന് കൈമാറുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 190 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 190 എന്താ പറയുന്നത്? ആവശ്യമായ തെളിവുകൾ ലഭിച്ചാൽ കേസുകൾ മജിസ്ട്രേറ്റിന് കൈമാറുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 190 പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 191. സെക്ഷൻ 191 പറയുന്നത് പരാതിക്കാരനും സാക്ഷികളും പോലീസ് ഉദ്യോഗസ്ഥരെ അനുഗമിക്കേണ്ടതില്ലെന്നും നിയന്ത്രണത്തിന് വിധേയരാക്കേണ്ടതില്ലെന്നുമാണ് സെക്ഷൻ 191 പറയുന്നത്. അപ്പോൾ ഇതും നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് സെക്ഷൻ 191 എന്താ പറയുന്നത്? പരാതിക്കാരനും സാക്ഷികളും പോലീസ് ഉദ്യോഗസ്ഥരെ അനുഗമിക്കേണ്ടതില്ലെന്നും നിയന്ത്രണത്തിന് വിധേയരാക്കേണ്ടതില്ലെന്നുമാണ് സെക്ഷൻ 191 പറയുന്നത്. ഇത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ഇവിടെ 191 ഉള്ളത്. 191, അതായത് ആദ്യത്തെ ഒന്നിനെ നമുക്ക് പരാതിക്കാരനായിട്ടും ലാസ്റ്റുള്ള ഒന്നിനെ സാക്ഷിയായിട്ടും നമുക്ക് കണക്കാക്കുക. ഈ നടുക്കിലുള്ള 9 പോലീസിന് അങ്ങനെ കണക്കാക്കിയെടുക്കുക. അപ്പോൾ എന്താ, ഈ പരാതിക്കാരനും സാക്ഷിയും ഈ പോലീസിനെ ഇങ്ങനെ വട്ടം വളയേണ്ട ആവശ്യമില്ലാന്നും നിയന്ത്രിക്കേണ്ട ആവശ്യമില്ലാന്നും പിന്തുടരേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് സെക്ഷൻ 191 പറയുന്നത്. ഈ 9ന്റെ അപ്പുറത്തും ഇപ്പുറത്തും പരാതിക്കാരനും സാക്ഷികളും നിൽക്കേണ്ട ആവശ്യമില്ല, പോലീസുകാരനെ നിയന്ത്രണത്തിലാക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ അനുഗമിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് സെക്ഷൻ 191 നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താ സെക്ഷൻ 191 എന്താ പറയണേ? പരാതിക്കാരനും സാക്ഷികളും പോലീസ് ഉദ്യോഗസ്ഥരെ അനുഗമിക്കേണ്ടതില്ലെന്നും നിയന്ത്രണത്തിന് വിധേയരാക്കരുതെന്നുമാണ് സെക്ഷൻ 191 നമ്മൾ പഠിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ എന്തായിരുന്നു ഒരു സെക്ഷൻ ആദ്യം തന്നെ പഠിച്ചത്? സെക്ഷൻ 181. സെക്ഷൻ 181 നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? പോലീസിന് നൽകുന്ന മൊഴിയും അവയുടെ ഉപയോഗത്തെയും കുറിച്ചാണ് സെക്ഷൻ 181 പഠിച്ചത്. അതിൽ നമ്മൾ 2 പോലീസുകാരായിട്ടാണ് കണക്കാക്കിയത്. 8ന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒന്നുണ്ട്. അതായത് 2 പോലീസുകാർ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മൊഴി നല്ലോണം പറയും. അങ്ങനെ ആലോചിക്കുക. മൊഴി പറഞ്ഞില്ലെങ്കിൽ നമുക്ക് 8ന്റെ പണി കിട്ടുന്ന ആലോചിച്ച്. അപ്പോൾ പോലീസിന് നൽകുന്ന മൊഴിയും അവയുടെ ഉപയോഗത്തെയും കുറിച്ചാണ് സെക്ഷൻ 181 നമ്മൾ പഠിച്ചത്. ഈ സെക്ഷൻ 191 എന്തായിരുന്നു? സെക്ഷൻ 191 ഈ 2 ഒന്നിനെ നമ്മൾ ഓരോന്നിനെ പരാതിക്കാരനായിട്ടും ഓരോന്നിനെ സാക്ഷിയായിട്ട് എടുത്തു. ഓരോന്നിനെ പരാതിക്കാരനായിട്ടും ഓരോന്നിനെ സാക്ഷിയായിട്ട് എടുത്തു. നടുക്കിലുള്ള 9നെ പോലീസായിട്ട് എടുത്തു. അപ്പം എന്താ, പരാതിക്കാരനും സാക്ഷിയും പോലീസിനെ അനുഗമിക്കേണ്ടതില്ലെന്നും നിയന്ത്രണത്തിന് വിധേയരാക്കേണ്ടതില്ലെന്നുമാണ് സെക്ഷൻ 191 പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 192. സെക്ഷൻ 192 പറയുന്നത് അന്വേഷണത്തിലെ നടപടികളുടെ ഡയറിനെ കുറിച്ചാണ് സെക്ഷൻ 192 പറയുന്നത്. അന്വേഷണത്തിലെ നടപടികളുടെ ഡയറിനെ കുറിച്ച്. അപ്പോൾ അത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് ആലോചിക്കാനായിട്ട് ഈ 2നെ 192 2 എന്ന് പറയുമ്പോൾ നമുക്ക് ഡൈ എന്നൊരു അർത്ഥം വരുന്നുണ്ട്. അതായത് ഡയലോഗ് എന്നൊക്കെ പറയില്ലേ? ഡയലോഗ് എന്ന് പറയുമ്പോൾ എന്താ, 2 ആൾക്കാർ തമ്മിലുള്ള സംഭാഷണത്തിനെയാണ് നമ്മൾ ഡയലോഗ് എന്ന് പറയാം. അപ്പോൾ 2നെ ഡൈ എന്ന് പറഞ്ഞൊരു അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ ഡൈ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറി ആയിട്ട് കണക്കാക്കാം. അന്വേഷണത്തിലെ നടപടികളുടെ ഡയറിനെ കുറിച്ചാണ് സെക്ഷൻ 192 പറയുന്നത്. സെക്ഷൻ 192 എന്താ പറയണേ? അന്വേഷണത്തിലെ നടപടികളുടെ ഡയറിനെ കുറിച്ചാണ് സെക്ഷൻ 192 പറയുന്നത്. ഈ അധ്യായത്തിന് കീഴിൽ അന്വേഷണം നടത്തുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും ദിവസം തോറും തന്റെ നടപടിക്രമങ്ങൾ ഡയറിയിൽ രേഖപ്പെടുത്തണം. അദ്ദേഹത്തിന് വിവരം കിട്ടിയ സമയം, അദ്ദേഹം അന്വേഷണം ആരംഭിച്ചതും അവസാനിപ്പിച്ചതുമായ സമയം, സന്ദർശിച്ച സ്ഥലം അല്ലെങ്കിൽ സ്ഥലങ്ങൾ, അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ സാഹചര്യങ്ങളുടെ പ്രസ്താവന എന്നിവ ഡയറിയിൽ ഉൾപ്പെടുത്തിയിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 192 എന്താ പറയുന്നത്? സെക്ഷൻ 192 അന്വേഷണത്തിലെ നടപടികളുടെ ഡയറിനെ കുറിച്ചാണ് സെക്ഷൻ 192 പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 193. സെക്ഷൻ 193 പറയുന്നത് അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിനെ കുറിച്ചാണ്. അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം. അപ്പോൾ അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിനെ കുറിച്ചാണ് സെക്ഷൻ 193 പറയുന്നത്. ഇത് നമുക്ക് കണക്ട് ചെയ്ത് ആലോചിക്കാനായിട്ട് ഈ 193 9നും 3നും ജസ്റ്റ് ഒന്ന് തലതിരിച്ച്, അതായത് ഒന്ന് മിറർ ഇമേജ് പോലെയാക്കാം. ഈ 193 9നും 3നും മാത്രം ജസ്റ്റ് ഒന്ന് മിറർ ഇമേജ് പോലെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് റീ പോലെ വായിക്കാം. നമുക്ക് 1ഉം 9ഉം 3ഉം കൂടെ ചേരുമ്പോൾ നമുക്ക് റീ പോലെ വായിക്കാം. അത് ഈ പടത്തിനെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ റീ പോലെ നമുക്ക് വായിക്കാം. അപ്പോൾ റീ എന്ന് പറയുമ്പോൾ റിപ്പോർട്ടിൽ നിന്ന് ആലോചിച്ചെടുക്കാം. റിപ്പോർട്ടിൽ നിന്ന് ആലോചിച്ചെടുത്തു കഴിഞ്ഞാൽ
അന്വേഷണം പൂർത്തിയാക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്കത് കണക്ട് ചെയ്ത് നമുക്കത് പെട്ടെന്ന് കിട്ടും. അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിനെ കുറിച്ചാണ് സെക്ഷൻ 193 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 193 9നും 3നും മാത്രം ജസ്റ്റ് ഒന്നിനോട് ചേർത്തൊന്ന് മിറർ ഇമേജ് പോലെ ഒന്ന് തിരിച്ചിടാം. അപ്പോൾ അത് നമുക്ക് പോലെ വായിക്കാം, പോലെ നമുക്ക് വായിക്കാൻ പറ്റും. അത് അങ്ങനെ എന്ന് വായിക്കുമ്പോൾ റിപ്പോർട്ടായിട്ട് കണക്കാക്കാം. അതായത് അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിനെ കുറിച്ചാണ് സെക്ഷൻ 193 പറയുന്നത്. അന്വേഷണം പൂർത്തിയാക്കിയാലുടൻ പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ മുഖേനയോ അല്ലാതെയോ സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമപ്രകാരം മജിസ്ട്രേറ്റിനെ അറിയിക്കുന്നു. പോലീസ് റിപ്പോർട്ടിന്മേലുള്ള കുറ്റം ഏറ്റെടുക്കാൻ മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 194. സെക്ഷൻ 194 പറയുന്നത് ആത്മഹത്യ മുതലായവ പോലീസ് അന്വേഷിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്നാണ് സെക്ഷൻ 194 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 194 എന്താ പറയണേ? സെക്ഷൻ 194 ആത്മഹത്യ മുതലായവ പോലീസ് അന്വേഷിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്കത് കണക്ട് ചെയ്തെടുക്കാനായിട്ട് 1, 9, 4 അതായത് ഒരാൾ, 1 എന്ന് പറയുമ്പോൾ ഒരാൾ നൈറ്റിൽ, 9 എന്ന് പറയുമ്പോൾ നൈറ്റിൽ ഒരാൾ നൈറ്റിൽ തൂങ്ങിച്ചത്താലും 4 എന്ന് പറയുമ്പോൾ എന്താ? 4 എന്ന് പറയുമ്പോൾ നമ്മൾ പോലീസായിട്ട് എടുക്കാം. 4 പോലീസ്. അപ്പോൾ അതിന് രണ്ട് വാക്കിലൊരു സാമ്യം ഉണ്ടല്ലോ. അപ്പോൾ 4 എന്ന് പറയുമ്പോൾ പോലീസ്. ഒരാൾ നൈറ്റിൽ തൂങ്ങിച്ചത്താലും പോലീസ് അന്വേഷിക്കണം എന്നാണ് സെക്ഷൻ 194 പറയുന്നത്. അതായത് ആത്മഹത്യ മുതലായവയെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അതാണ് സെക്ഷൻ 194 പറയുന്നത്. ഒരാൾ നൈറ്റിൽ തൂങ്ങിച്ചത്താലും പോലീസ്, 4 എന്ന് പറയുമ്പോൾ എന്താ? പോലീസ് അന്വേഷിക്കണം എന്നാണ് സെക്ഷൻ 194 പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 195. സെക്ഷൻ 195 പറയുന്നത് വ്യക്തികളെ വിളിക്കാനുള്ള അധികാരത്തെക്കുറിച്ചാണ്. സെക്ഷൻ 195 പറയുന്നത് വ്യക്തികളെ വിളിക്കാനുള്ള അധികാരത്തെക്കുറിച്ചാണ് സെക്ഷൻ 195 പറയുന്നത്. അതായത് നമുക്കത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ, 1 എന്ന് പറയുമ്പോൾ ഒരാളെ 9 എന്ന് പറയുമ്പോൾ നൈറ്റിൽ വേണമെങ്കിലും ഒരാളെ നൈറ്റിൽ വേണമെങ്കിലും 5 എന്ന് പറയുമ്പോൾ 5നെ നമുക്ക് ഫോണായിട്ട് കണക്കാക്കാം. 5 ഫോണായിട്ട് കണക്കാക്കാം. അതായത് ഒരാളെ നൈറ്റിൽ വേണമെങ്കിലും ഫോൺ ചെയ്യാം, അതായത് വിളിക്കാം. അപ്പോൾ ഒരാളെന്ന് പറയുമ്പോൾ 1, നൈറ്റ് എന്ന് പറയുമ്പോൾ 9, നൈറ്റ് എന്ന് പറയുമ്പോൾ 9. ഒരാളെ നൈറ്റിൽ വേണമെങ്കിലും ഫോൺ ചെയ്യാം. ഫോൺ എന്ന് പറയുമ്പോൾ 5 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ 1, 9, 5 വ്യക്തികളെ വിളിക്കാനുള്ള അധികാരത്തെക്കുറിച്ചാണ് സെക്ഷൻ 195 പറയുന്നത്. 15 വയസ്സിന് താഴെയോ 60 വയസ്സിന് മുകളിലോ പ്രായമുള്ള ഒരു പുരുഷനെയോ സ്ത്രീയെയോ മാനസികമായോ ശാരീരികമായോ വൈകല്യമുള്ള വ്യക്തിയെയോ ആ വ്യക്തി താമസിക്കുന്ന സ്ഥലത്തല്ലാതെ മറ്റൊരിടത്തും ഹാജരാക്കേണ്ടതില്ല എന്നും ഈ സെക്ഷനിൽ പറയുന്നുണ്ട്. അടുത്ത നമ്മുടെ ലാസ്റ്റത്തെ സെക്ഷനാണ് BNSSലെ ലാസ്റ്റത്തെ സെക്ഷനാണ് സെക്ഷൻ 196. സെക്ഷൻ 196 പറയുന്നത് മരണകാരണത്തെക്കുറിച്ച് മജിസ്ട്രേറ്റിന്റെ അന്വേഷണത്തെക്കുറിച്ചാണ്. മജിസ്ട്രേറ്റിന്റെ അന്വേഷണത്തെക്കുറിച്ചാണ് സെക്ഷൻ 196 പറയുന്നത്. അത് നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ സെക്ഷൻ 194 എന്തായിരുന്നു? സെക്ഷൻ 194 നമ്മളെന്താ പഠിച്ചത്? ഒരാൾ നൈറ്റിൽ തൂങ്ങിച്ചത്താലും 4 എന്ന് പറയുമ്പോൾ പോലീസ് അന്വേഷിക്കണം എന്നാണ് സെക്ഷൻ 194 പറയുന്നത്. അതായത് ആത്മഹത്യ മുതലായവ പോലീസ് അന്വേഷിക്കണം എന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 194 നമ്മൾ പഠിച്ചത്. ഇതിപ്പോൾ സെക്ഷൻ 196. അപ്പോൾ അതായിട്ട് കണക്ട് ചെയ്തെങ്കിൽ നമുക്ക് പഠിക്കാം. അതായത് ഒരാൾ നൈറ്റിൽ മരിച്ചു എന്ന് പറഞ്ഞു നേരത്തെ. ഒരാൾ നൈറ്റിൽ മരിച്ചു. അപ്പോൾ ആ മരിച്ച കാര്യം 6 എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ 6 എന്ന് പറയുമ്പോൾ കാലൻ്റെ നമ്പറായിട്ട് പഠിച്ചു. അപ്പോൾ കാലൻ്റെ നമ്പർ എന്തായിരുന്നു? 6. ഈ 6 എന്ന് പറയുമ്പോൾ കാലെന്ന് പറയുമ്പോൾ ആരാ? ഒരാളെ ജീവൻ എടുക്കാനൊക്കെ അധികാരമുള്ള വ്യക്തിയാണ് കാലൻ. നമ്മുടെ ഈ ഭൂമിയിൽ അങ്ങനെ അധികാരമുള്ളതായിരിക്കാം ജഡ്ജിമാർക്ക് അല്ലെങ്കിൽ മജിസ്ട്രേറ്റുമാർക്ക് മാത്രമാണ് ഒരാളുടെ ജീവൻ, അതായത് തൂക്കുകയർ വിധിക്കാനൊക്കെ അധികാരമുള്ളത്. അപ്പോൾ അവരെ നമുക്ക് 6 എന്ന് പറയുമ്പോൾ കാലനായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ 6 എന്ന് പറയുമ്പോൾ മജിസ്ട്രേറ്റ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഒരാൾ നൈറ്റിൽ മരിച്ചതിനെ കുറിച്ച് 6 എന്ന് പറയുമ്പോൾ ആരാ? 6 എന്ന് പറയുമ്പോൾ മജിസ്ട്രേറ്റ്. ഒരാളെന്ന് പറയുമ്പോൾ 1, നൈറ്റിൽ എന്ന് പറയുമ്പോൾ 9. ഒരാൾ നൈറ്റിൽ മരിച്ചതിനെ കുറിച്ച് 6 എന്ന് പറയുമ്പോൾ ആരായിരുന്നു? 6 എന്ന് പറയുമ്പോൾ മജിസ്ട്രേറ്റ് അന്വേഷിക്കുന്നതിനെ കുറിച്ചാണ്. അതായത് മരണകാരണത്തെക്കുറിച്ച് മജിസ്ട്രേറ്റിന്റെ അന്വേഷണത്തെക്കുറിച്ചാണ് സെക്ഷൻ 196 പറയുന്നത്. മരണകാരണത്തെക്കുറിച്ച് മജിസ്ട്രേറ്റിന്റെ അന്വേഷണത്തെക്കുറിച്ചാണ് സെക്ഷൻ 196 പറയുന്നത്. ഇത്രയാണ് നമ്മുടെ BNSSലെ സെക്ഷൻസ് വരുന്നത്. നമ്മൾ ഏകദേശം
BNSSും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സെക്ഷൻസ് തീർത്തിട്ടുണ്ട്. CPOന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ തന്നെ ഈ പുതിയതായിട്ട് മാറി വന്ന BNSSും ആണ് അത്യാവശ്യം വലിയ ടോപ്പിക്കുകളെന്ന് നമുക്ക് പറയാനുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് മാറ്റമില്ലാണ്ട് പഴയത് തന്നെ. പിന്നെ BSA ഉണ്ട്. BSA എന്ന് പറയുമ്പോൾ ഭാരതീയ സാക്ഷി അധിനിയം, അതായത് നമ്മുടെ എവിഡൻസ് ആക്ടിന് പകരം വന്ന നിയമമാണ് BSA. ഒന്നും നമുക്ക് ഇത്രയൊന്നും പഠിക്കാനില്ല. ഒരു ചുരുങ്ങിയതൊരു 4, 5, 6 പേജുകൾ മാത്രമാണ് നമുക്ക് BSA പഠിക്കാനുള്ളത്. അപ്പോൾ അതിന് ഇത്രയും ടൈമും വേണ്ട. ഈ BNSSും പഠിക്കാനാണ് നമുക്ക് ഏകദേശം കുറച്ചധികം ടൈം എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഒരു കോഡ് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാന്ന് വെച്ചാൽ നമുക്ക് ആ സമയം പകുതിയായിട്ട് ലാഭിക്കാൻ പറ്റും. പക്ഷെ ഒരു പ്രാവശ്യം പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മളത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്താലേ നമുക്ക് ആ കോഡും ആ സെക്ഷൻസും നമുക്ക് അത് മൈൻഡിലൊന്ന് കണക്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പോർഷൻസായ BNSSും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സോട് കൂടി തീർന്നിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് BSA തുടങ്ങാം. അപ്പോൾ പിന്നെ കുറച്ച് പേർക്കെങ്കിലും കഴിഞ്ഞ ശനിയാഴ്ച എക്സൈസിൻ്റെ എക്സാം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് നോക്കി മാർക്കൊക്കെ ഏകദേശം വിലയിരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എക്സൈസിൻ്റെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഏത് ജില്ലയിലാണ് നിങ്ങൾ എഴുതിയതെന്നും നിങ്ങളുടെ മാർക്കും ജസ്റ്റ് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.